അനിശ്ചിതത്വങ്ങൾക്കും ആശങ്കകൾക്കുമിടയിൽ ഗസയിൽ വീണ്ടും ബന്ദിമോചനം നടന്നിരിക്കുകയാണ്. 3 ഇസ്രായേലി ബന്ദികളെയാണ് ഹമാസ് മോചിപ്പിച്ചിരിക്കുന്നത്. അതിന് പകരമായി 369 ഫലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിച്ചിരിക്കുന്നു. ഇന്ന് ബന്ദികളെ വിട്ടയച്ചില്ല എങ്കിൽ ഗസയിൽ വീണ്ടും ആക്രമണം തുടങ്ങുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഒക്കെ ഭീഷണി മുഴക്കിയൊരു സാഹചര്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബന്ദികളെ വിട്ടയച്ചില്ല എങ്കിൽ ഗസ നരകമാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതോടെയാണ് ഗസയിൽ വീണ്ടും യുദ്ധഭീതി നിലനിന്നത്. എന്തായാലും മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറും ഈജിപ്തും ഒക്കെ നടത്തിയ മധ്യസ്ഥ നീക്കങ്ങൾക്കൊടുവിലാണ് ഹമാസ് ഇന്ന് ബന്ദികളെ വിട്ടയച്ചത്. അതുപോലെ തന്നെ ഇസ്രായേൽ വിട്ടയച്ച ഫലസ്തീൻ തടവുകാരിൽ ആദ്യ സംഘം ഗസയിലെത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ചില ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. ഇനി എന്താകും വെടിനിർത്തലിന്റെ ഭാവി എന്നത് സംബന്ധിച്ച് ചില ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. നമുക്ക് നോക്കാം. BK സുഹൈൽ ചേരുകയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. സുഹൈൽ, ഇനിയിപ്പോൾ അടുത്ത ഘട്ട വെടിനിർത്തൽ ചർച്ചകളിലേക്ക് കടക്കുകയാണ്. നിലവിൽ ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും ഒക്കെ ഭീഷണി മുന്നറിയിപ്പൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് തുടർ വെടിനിർത്തൽ ചർച്ചകൾ. എന്താകും ഇനി ഗസയുടെ ഭാവി? ദിവ്യ, ഗസയിലെ വെടിനിർത്തലിന് ഏറ്റവും കൂടുതൽ ഭീഷണി നേരിട്ട കുറച്ച് ദിവസങ്ങളാണ് കടന്നുപോയത്. 3 വിഭാഗവും, ഒരു ഭാഗത്ത് ഹമാസും അപ്പുറത്ത് ഇസ്രായേലും അമേരിക്കയും ഈ വെടിനിർത്തൽ കരാർ അവസാനിക്കുകയാണ്, ഇനി യുദ്ധത്തിലേക്ക് പോകാം എന്ന തരത്തിലേക്കുള്ള പ്രസ്താവനകൾ വന്ന സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ 3 ദിവസങ്ങൾ കടന്നുപോയത്. ഇപ്പോൾ ഏതായിരുന്നാലും ഇന്നത്തെ ദിവസം വളരെ ക്രൂഷ്യലായിരുന്നു. ഇന്ന് ബന്ദികളെ ഹമാസ് വിട്ടയക്കുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഏതായിരുന്നാലും 3 പേരെ ഹമാസും ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദും ചേർന്നുകൊണ്ട് ഇപ്പോൾ വിട്ടയച്ചിരിക്കുകയാണ്. പക്ഷേ അപ്പോഴും ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. എല്ലാ ബന്ദികളെയും ശനിയാഴ്ച രാത്രി 12 മണിക്കകം പുറത്തുവിട്ടിട്ടില്ല എങ്കിൽ ഗസ നരകമാകും എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. അദ്ദേഹം കൂടുതൽ കടത്തി പറഞ്ഞതാണോ അതല്ല മറ്റെന്തെങ്കിലും സംഭവിക്കാനുണ്ടോ എന്ന് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം, ഇപ്പോൾ ഇസ്രായേലി സുരക്ഷാ മന്ത്രിസഭയുടെ യോഗം ബെന്യാമിൻ നെതന്യാഹു ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇസ്രായേലി മാധ്യമങ്ങൾ പറയുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ 12 മണി എന്ന ഡെഡ് ലൈൻ അതിനു മുമ്പ് എല്ലാ ബന്ദികളെയും വിട്ടു നൽകിയിട്ടില്ല എങ്കിൽ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള അറ്റാക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ എന്നതടക്കം ഈ ക്യാബിനറ്റ് മീറ്റിംഗിൽ ചർച്ച ചെയ്യും എന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ പറയുന്നത്. ഒരുപക്ഷെ അതിനുള്ള സാധ്യത വളരെ വിരളമാണ്. ഇപ്പോൾ ഒരു അറ്റാക്കിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇസ്രായേലിനുള്ളിൽ വലിയ സമ്മർദ്ദമുണ്ട്. ബന്ദികളുടെ ബന്ധുക്കളടക്കം ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും തെരുവിലാണ്. എത്രയും പെട്ടെന്ന് എല്ലാ ബന്ദികളെയും തിരിച്ചെത്തിക്കുക, അതിന് ഈ ഡീൽ മാത്രമേ വഴിയുള്ളൂ, ആയുധം വഴിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ആക്രമണത്തിലേക്ക് ഇസ്രായേൽ പോകാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ അപ്പോഴും ഉയർന്നു വരുന്ന ചോദ്യം, ഈ ബന്ദികളെ വിട്ടു നൽകിയാൽ, ബന്ദികൾ പൂർണ്ണമായും വിട്ടു നൽകി കഴിഞ്ഞാൽ ഈ യുദ്ധം വീണ്ടും പുനരാരംഭിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരം യഥാർത്ഥത്തിൽ നൽകേണ്ടത് ഡൊണാൾഡ് ട്രംപാണ് എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരെല്ലാം പറയുന്നത്. കാരണം ഡൊണാൾഡ് ട്രംപ് വിചാരിച്ചാൽ മാത്രമേ ഈ യുദ്ധത്തെ ഇപ്പോൾ തടഞ്ഞു നിർത്താൻ സാധിക്കുകയുള്ളൂ. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം അങ്ങനെ നീണ്ടുപോകണം എന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. കാരണം ഭരണകക്ഷിയിൽ പിന്തുണയുടെ പ്രശ്നം ഒരു ഭാഗത്ത് നിൽക്കുന്നു, മറുഭാഗത്ത് കോടതിയുടെ ഭാഗത്ത് നിന്ന് അഴിമതി കേസ് അദ്ദേഹത്തെ വേട്ടയാടുന്നു. ഈ രണ്ടിൻ്റെയും ഇടയിൽ യുദ്ധ പരിവേഷം നിലനിർത്തി യുദ്ധ വിജയ ശ്രീലാളിതരായി മുന്നോട്ട് പോകാനാണ് നെതന്യാഹു വിചാരിക്കുന്നത്. പക്ഷേ അമേരിക്കയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും എന്താണ് വിചാരിക്കുന്നത്, പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് എന്താണ് കരുതി വെച്ചിട്ടുള്ളത് എന്നതിനെ അടിസ്ഥാനമാക്കിയിരിക്കും ഈ യുദ്ധം മുന്നോട്ട് പോകുമോ എന്നുള്ള കാര്യം. നമ്മൾ മനസ്സിലാക്കുന്നത് ഡൊണാൾഡ് ട്രംപ് പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്തുകയാണ് എന്നുള്ളതാണ്. യുദ്ധം അവസാനിച്ചാലും അവിടെ ഹമാസ് ഉണ്ടാകാൻ പാടില്ല ഗസയിൽ എന്നുള്ളതാണ് ട്രംപിന്റെ പ്ലാൻ. അതിന് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ കടത്തി പറയുന്നു. ഗസയിലുള്ള ആളുകൾ മുഴുവനും ആട്ടിപ്പായിക്കണം എന്ന ട്രംപിന്റെ പദ്ധതി യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങളെ കൊണ്ട്, പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ കൊണ്ട് ഹമാസ് ഇല്ലാത്തൊരു ഭരണം അവിടെ സ്ഥാപിക്കാനുള്ള തന്ത്രമാണ് എന്നാണ് പലരും നിരീക്ഷിക്കുന്നത്. ഇപ്പോൾ അറബ് ലീഗ് അടക്കമുള്ള സംവിധാനങ്ങളും പല അറബ് രാജ്യങ്ങളും ഗസയിൽ ഹമാസിന്റെ ഭരണത്തെ ഇല്ലാതാക്കി മറ്റൊരു പ്ലാൻ തയ്യാറാക്കാനുള്ള പരിശ്രമത്തിലാണ് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അടുത്ത 27-ാം തീയതി അറബ് ലീഗിന്റെ ഒരു യോഗം, സുപ്രധാനമായ ഒരു യോഗം ചേരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സൗദി അറേബ്യയിൽ വെച്ചാണ് നടക്കുന്നത്. ആ യോഗത്തിൽ എന്തായിരിക്കണം യുദ്ധാനന്തര ഗസ എന്നതിനെക്കുറിച്ചുള്ള വളരെ നിർണായകമായ ചർച്ച നടക്കുന്നുണ്ട്. ആ യോഗത്തിൽ സൗദി അറേബ്യയും UAEയും ഖത്തറും എല്ലാം ഉൾക്കൊള്ളുന്ന രാജ്യങ്ങൾ അവിടെ ഹമാസ് അല്ലാത്ത മറ്റൊരു ഭരണം എന്നതിലേക്ക് എത്തുകയാണെങ്കിൽ അത് നിർണായകമായ ഒരു ചുവടുവെപ്പായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന് ഹമാസും അതേപോലെ തന്നെ ഹമാസിനെ പിന്തുണക്കുന്ന രാജ്യങ്ങളും എന്താണ് നിലപാട് സ്വീകരിക്കുക എന്നതും നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ട്രംപ് ഇപ്പോൾ ഈ ഭീഷണിയെല്ലാം മുഴക്കുന്നത് ഹമാസ് ഇല്ലാത്തൊരു ഭരണത്തെ കാഴ്ചവെക്കാൻ വേണ്ടിയാണ് എന്ന വലിയ നിരീക്ഷണം മുന്നിൽ വരുന്നു. അതല്ല, ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ
ഈ റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങളാണോ സമ്മർദ്ദമാണോ ഏറ്റവും പ്രധാനം എന്നറിയാൻ നമുക്ക് കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരിക്കേണ്ടി വരും. ആകെ 44 ദിവസമാണ് ഒന്നാം ഘട്ട വെടിനിർത്തൽ എന്ന് പറയുന്നത്. അതിന് ഇനി ദിവസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ഈ ഘട്ടത്തിൽ തന്നെ ഇനിയും 14 ബന്ദികളെ കൂടി ഹമാസ് വിട്ടു നൽകേണ്ടതുണ്ട്. ഹമാസിന്റെയും ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെയും കൈകളിലുള്ള ബന്ദികളെ വിട്ടു നൽകേണ്ടതുണ്ട്. വരും ദിവസങ്ങൾ ഏതായിരുന്നാലും ട്രംപിന്റെ കോർട്ടിലാണ് പന്തുള്ളത് എന്ന് നമുക്ക് പറയേണ്ടി വരും. യെസ്, എന്തായാലും വരും ദിവസങ്ങൾ നിർണായകം തന്നെയാണ്. ഇവിടെ അമേരിക്കയുടെ നിലപാട് തന്നെയാണ് പ്രധാനമാകാൻ പോകുന്നത്. ഗസയിൽ നിന്ന് ആളുകളെ കുടിയിറക്കുമോ അതോ സമാധാനം പുലരുമോ നീണ്ടു നിൽക്കുമോ എന്നത് അറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. BK സുഹൈലാണ് വിവരങ്ങൾ നൽകിയത്. ഇതോടുകൂടി ഇന്നത്തെ ന്യൂസ് ഡീകോഡ് ഇവിടെ പൂർണ്ണമാകുന്നു.